അന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ, സാധാരണ വീടുകളിൽ കണ്ടിരുന്ന വാഷിംഗ് മെഷീൻ മറ്റു കാര്യങ്ങൾ എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളൊരു വീഡിയോ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ നോക്കുമ്പോൾ സൈഡിലും മറ്റൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ചളിയൊക്കെ ഒന്ന് കളയാമെന്ന് കരുതി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെള്ളം പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് സൈഡിലുള്ള കാര്യം ചളിയൊക്കെ ഒന്ന് പോയി. കണ്ടില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കണ്ടോ ഇത് അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ആ കറങ്ങുന്ന ലീഫ്, അതിൻ്റെ അടിയിൽ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെങ്കിൽ, അപ്പോൾ അതിൻ്റെ മേലുള്ള ടോപ്പ് കാര്യങ്ങൾ തുറന്നപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി എത്രത്തോളം ചളി ഉണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ചളി അത്യാവശ്യമില്ല, അതിൽ കൂടുതലിന് ചളി കാണാണ്ട്. അപ്പോൾ അതിൻ്റെ ലീഫിലുള്ള സ്ക്രൂവിൽ അത്യാവശ്യം ചളി പറ്റി പിടിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് സ്ക്രൂ കൂരുമ്പോൾ തന്നെ കാണാം, വീട്ടിൽ കാണാം അത്യാവശ്യമായിട്ട് എന്തൊക്കെയാ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ, കണ്ടില്ല നിങ്ങൾ, ചളിയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് അതിൻ്റെ ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ നിന്നും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെ അഴുക്ക് പൊന്തുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ തന്നെ പ്രധാന കാരണം. ഒരു വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും ഉപയോഗം തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ച് കഴുകി വൃത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നല്ല വെള്ളം പാർന്നപ്പോൾ തന്നെ കച്ചറയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ മൂലകളിലൊക്കെ നമുക്ക് കയ്യെത്താത്തടത്തൊക്കെ സ്ക്രൂ ഡ്രൈവറിൻ്റെ തൊട്ടിട്ടുമ്പോൾ അതിന് മുണ്ട് ചുറ്റിയിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്നും ഇങ്ങോട്ട് തുടച്ചാൽ അത് ഭാഗം കൂടി ക്ലീനായി. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പാർന്നിട്ട് ഒന്ന് ക്ലീനാക്കിയപ്പോൾ അത്യാവശ്യമല്ല ഒരു സംഖ്യക്കുള്ള അഴുക്ക് തന്നെ അതിൽ നിന്ന് പോയി കിട്ടും. പിന്നെ അതിൻ്റെ ആ മോട്ടറിൽ നിന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള ആ സാധനം കൂടി ഒന്ന് ക്ലീനാക്കി. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ, ഊരിയെടുത്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത് നമ്മൾ ക്ലീനാക്കിയതിന് ശേഷമുള്ള ഒരു ഇതാണ്. നമ്മൾ മിസ്വാക്കിട്ട് നന്നായിട്ട് ക്ലീനാക്കിയിട്ട് അങ്ങനെ ചെറിയ കപ്പിൽ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളെ സ്റ്റീലിൻ്റെ ഒരു കപ്പ് മാറ്റി ചെറിയൊരു ഇത് ആയിട്ട് വരുന്നുണ്ട്, ഇട്ട് കൊടുക്കണം. ടൈം ഗ്രീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്ലീനാക്കിയപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ള ഗ്രീസൊക്കെ ഒന്ന് പോയപ്പോൾ ഞാൻ കുറച്ച് ഗ്രീസ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ആ സൈഡിൽ നമ്മൾ കച്ചറയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനുള്ളൊരു സഞ്ചി പോലത്തെ ഇതുണ്ട്, അതൊന്ന് നന്നായിട്ട് എടുത്ത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റാക്കി രണ്ട് സൈഡിലൊന്ന് ക്ലീൻ വെച്ച്, പിന്നെ നമ്മളെ പ്രധാന ലീഫ്, ആ മോട്ടർ വന്ന് കറങ്ങുന്ന ആ ലീഫ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് നമ്മൾ ആദ്യം ഊരിയിട്ടുള്ള ആ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി. പിന്നെ അതിന് ശേഷം നമ്മൾ കപ്പും അതിനുള്ള ഒരു ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പ് നമുക്ക് അതേപോലെ പ്രസ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. നമ്മൾ കച്ചറയും കാര്യങ്ങളൊക്കെ ഒരുപാട് അതിന് ഉപയോഗിച്ചിട്ട് നല്ല ആശ്വാസം. ഒരു പുതിയൊരു വാഷിംഗ് മെഷീൻ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ക്ലീനാക്കിയപ്പോൾ കാണാൻ കഴിയും. അതായത് നല്ല രീതിയിൽ കച്ചറയും കാര്യങ്ങളും സൈഡിലും അവിടെയും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ക്ലീനാക്കി അത് മോട്ടറും നല്ല എന്തൊക്കെ ഊരി അതൊക്കെ അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെന്നുള്ളൂ കേട്ടോ. അതിലെ വെള്ളങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടോ എത്രത്തോളം വൃത്തിയായി എന്നുള്ളത്. അപ്പോൾ ഇത് അറിയാത്തവരിലേക്ക് ഒരുപാട് ആളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.